തലക്കറി റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേട് മീനിൻ്റെ തലക്കറിയാണ്. ഇതിലേക്കായിട്ട് വലിയ 2 തേടിൻ്റെ തലകളുണ്ട്, അതിൻ്റെ ചെറിയ പീസുകളുമുണ്ട്. 2 കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി 10 അല്ലി ചതച്ചെടുത്തത്, ആവശ്യത്തിന് ഉലുവ 1/4 ടീസ്പൂൺ, കടുക് 4 കുടംപുളി ചെറുതായി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം. വെക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കൂടെ 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. പത്ത് വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ അല്പം കുറച്ച് വയ്ക്കണം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് 4 കുടംപുളി ചെറുതായി കീറിയിട്ട വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ കറി തിളച്ചൊന്ന് നോക്കാം. കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തലയും കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. കറി തിളച്ചോന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ തലക്കറി റെഡിയായി കഴിഞ്ഞു.
ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.